ചോര വീഴുന്ന കുടുംബങ്ങൾ കേരളത്തിൻ്റെ നൊമ്പര കാഴ്ചയാണ്. ചെറിയ വാക്കുതർക്കങ്ങളിൽ സഹോദരങ്ങളെപ്പോലും കൊലപ്പെടുത്തുന്നവർ, മനോനില തെറ്റി അമ്മയുടെ കഴുത്തറക്കുന്ന മക്കൾ, ഭാര്യയെ കൊലപ്പെടുത്തി ജീവനൊടുക്കുന്ന ഭർത്താക്കന്മാർ. ഈ പകൽ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും കേട്ട നടുക്കുന്ന വാർത്തകളാണിത്. മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരിയിൽ ക്യാമ്പസുകളും ചോരക്കളമാകുന്ന കാഴ്ച. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം ചെകുത്താൻ്റെ നാടായി മാറുകയാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സഹോദരങ്ങൾ തമ്മിൽ കലഹവും പ്രശ്നങ്ങളും പതിവുള്ള പല കുടുംബങ്ങളും നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ കണ്ണീരും ദുരന്തങ്ങളും വേട്ടയാടും. ആലപ്പുഴ ചെങ്ങന്നൂരിലെ കലഹങ്ങൾ തുടർക്കഥയായ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയണം. ചെങ്ങന്നൂർ തട്ടിന്മേലിലാണ് വാക്കുതർക്കത്തിനിടെ ജ്യേഷ്ഠനെ അനുജൻ കൊലപ്പെടുത്തിയത്. ചെങ്ങന്നൂർ സ്വദേശി പ്രസന്നനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരൻ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു വർഷം മുൻപ് ഇവരുടെ മറ്റൊരു സഹോദരൻ ജീവനൊടുക്കിയിരുന്നു. ആ കേസിനെക്കുറിച്ചും വിശദമായി അന്വേഷിക്കാനാണ് പോലീസിൻ്റെ നീക്കം. ചെങ്ങന്നൂർ തിട്ടമേൽ അരമന മാർത്തോമ പള്ളിക്ക് സമീപം പുലർച്ചെ 3 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. ഉറങ്ങിക്കിടന്ന ജ്യേഷ്ഠനെ കഴുത്തിൽ കയറുകുരുക്കി അനുജൻ കൊലപ്പെടുത്തുകയായിരുന്നു. രാവിലെ പ്രസന്നൻ മരിച്ചു കിടക്കുന്നത് കണ്ട വീട്ടുകാരാണ് വാർഡ് കൗൺസിലറെ വിവരമറിയിച്ചത്. കൗൺസിലർ പോലീസിനെ ബന്ധപ്പെടുകയും കൊലപ്പെടുത്തിയതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീട് സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരൻ പ്രസാദിനെ ചെങ്ങന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഇന്നലെ ഇരുവരും തമ്മിൽ നടന്ന കുടുംബ കലഹത്തിന്റെ തുടർച്ചയായാണ് കൊലപാതകം നടന്നത്. മരിച്ച പ്രസന്നൻ അവിവാഹിതനാണ്. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വീട്ടിൽ നടന്ന വഴക്കിനെ തുടർന്ന് പുറത്തുപോയ പ്രസന്നൻ പുലർച്ചെ 2 മണിയോടെ വീട്ടിലെത്തുകയും ഉറങ്ങാൻ കിടന്നതുമാണ്. പിന്നീടായിരുന്നു കൊലപാതകം. ഇവരുടെ മറ്റൊരു സഹോദരനെ 1 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആ കേസിനെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 ആലപ്പുഴ. മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കൾക്കൊപ്പമുള്ള ജീവിതം മാതാപിതാക്കളെ സംബന്ധിച്ച് അപകടകരമാണ്. സ്വന്തം വീട്ടിൽ അവർ ഏതു നിമിഷവും അക്രമവാസന പ്രകടിപ്പിക്കും. മനസ്സ് പതറിയാൽ ആരെയും കൊലപ്പെടുത്തും. പാലക്കാട് അട്ടപ്പാടിയിൽ യുവാവ് അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ കാരണവും മാനസിക പ്രശ്നങ്ങളാണ്. അരളിക്കോണം സ്വദേശി 55-കാരിയായ രേഷിയാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചയോടെ ഇവരെ മകൻ രഘു ക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അമ്മയും മകനും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഉറങ്ങിക്കിടന്ന രേഷിയെ മകൻ രഘു ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. പ്രദേശവാസികളാണ് രേഷിയെ ചോരയിൽ കുളിച്ച നിലയിൽ കാണുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും മകൻ രഘുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. രഘു മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നയാളാണെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം പൂർത്തിയാക്കിയാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്നും പോലീസ് അറിയിച്ചു. ഇയാൾ ലഹരിക്ക് അടിമയാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ അമ്മേനെ അടിച്ച് ആൾ കൊന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ അന്ന് കരഞ്ഞു വന്ന് വിളിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അമ്മ മരിച്ചു. അപ്പോൾ ഇയാൾ ചാടിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ അപ്പോൾ അവർ പോലീസുകാരും വന്ന് എല്ലാവരും ഡോക്ടർമാരും വന്ന് എല്ലാവരും വന്ന് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അമ്മയും മകനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം. തുടർന്നാണ് പുലർച്ചെ ഉറങ്ങിക്കിടന്ന രേഷിയെ രഘു കൊലപ്പെടുത്തിയത്. നിലവിൽ കോട്ടത്തറ ആശുപത്രിയിലുള്ള രേഷിയുടെ മൃതദേഹം അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റും. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം കൽപ്പകഞ്ചേരിയിലും മാനസിക പ്രശ്നങ്ങളുള്ള മകൻ അമ്മയെ വെട്ടിക്കൊന്നത്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. വീട്ടിൽ വെച്ച അമ്മ ആമിനയെ മകൻ കത്തിക്കൊണ്ട് വെട്ടുകയും ഗ്യാസ് കുറ്റിക്കൊണ്ട് തലക്കടിക്കുകയുമായിരുന്നു.
ന്യൂസ് 18 പാലക്കാട്. വാർദ്ധക്യകാലത്ത് രോഗങ്ങളും ദുരിതവും വേട്ടയാടിയാൽ പലരും മാനസികമായി തകർന്നു പോകാം. ചിലപ്പോൾ അത് വിഷാദ രോഗത്തിന് വരെയും കാരണമാകാറുണ്ട്. അങ്ങനെ സ്വന്തം പങ്കാളിയെ വരെയും കൊലപ്പെടുത്തി ജീവനൊടുക്കുന്ന ഭർത്താക്കന്മാർ. തിരുവനന്തപുരം വട്ടപ്പാറയിൽ നിന്ന് ഹൃദയം നുറുങ്ങുന്നൊരു വാർത്തയാണ് കേട്ടത്. രോഗബാധിതയായി കിടപ്പിലായിരുന്ന ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. വട്ടപ്പാറ കുറ്റ്യാനി സ്വദേശി ബാലചന്ദ്രൻ, ഭാര്യ ജയകുമാരി എന്നിവരാണ് മരിച്ചത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ബാലചന്ദ്രൻ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് വിവരം. വട്ടപ്പാറ കുറ്റ്യാനി സ്വദേശി ബാലചന്ദ്രൻ, ഭാര്യ ജയലക്ഷ്മി എന്നിവരെ ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയെ മുറിയിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിലും ബാലചന്ദ്രൻ തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയ ശേഷം ബാലചന്ദ്രൻ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു. കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല. ബാലചന്ദ്രന്റെ ഭാര്യ ജയലക്ഷ്മി കുറച്ചു കാലമായി അസുഖബാധിതയായി കിടപ്പിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മനോവിഷമമാണോ കൂട്ടമരണത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. ഇവരുടെ 2 മക്കളിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനും ഒരാൾ ഓട്ടോ ഡ്രൈവറുമാണ്. ഉച്ചയ്ക്ക് ആഹാരം നൽകാനെത്തിയ മരുമകളാണ് ഭർത്താവിന്റെ മാതാപിതാക്കൾ മരിച്ചു കിടക്കുന്നത് കണ്ട് പോലീസിനെ വിവരമറിയിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ ക്യാമ്പസുകളിലെ ഇപ്പോഴത്തെ പ്രധാന വില്ലൻ മദ്യവും ലഹരിയുമാണ്. ലഹരിക്കടിമകളായ വിദ്യാർത്ഥികൾക്ക് ആരെ കൊല്ലാനും മടിയില്ലാത്ത അവസ്ഥ. തിരുവനന്തപുരം നഗരൂരിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയെ സഹപാഠി കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ഏറെ നടുക്കമുളവാക്കുന്നതാണ്. 3ാം വർഷ വിദ്യാർത്ഥി വാലന്റൈനാണ് കൊല്ലപ്പെട്ടത്. മിസോറാം സ്വദേശിയും സഹപാഠിയുമായ ലംസൻ സ്വാലയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിൽ ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കം കത്തിക്കുത്തി കലാശിക്കുകയായിരുന്നു. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് 4ാം വർഷ വിദ്യാർത്ഥിയും മിസോറം സ്വദേശിയുമായ വാലന്റീന് നേരെ ഇന്നലെ രാത്രി 11 മണിക്കാണ് ഇതേ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയുടെ ആക്രമണമുണ്ടായത്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥിയും മിസോറം സ്വദേശിയുമായ ടി ലസങ് സ്വാലയുമായി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിലൂടെയുണ്ടായ വാക്കുതർക്കമാണ് പ്രകോപനത്തിലേക്ക് നയിച്ചത്. കോളേജിന് സമീപത്തുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലെ റൂമുകളിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. അതിനിടെ രാത്രി 11 മണിയോടെ കോളേജിന് സമീപമുള്ള നഗരൂർ നെടുമ്പറമ്പ് ജംഗ്ഷനിൽ വെച്ച് മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒടുവിൽ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. വാലന്റൈന്റെ നെഞ്ചിലും പുറകുവശത്തുമായി 3 കുത്തേറ്റു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നഗരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ പ്രകോപനത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ ട്രെയിനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പതിവായി കേൾക്കുന്നുണ്ട്. കുട്ടികൾ തമാശയായി ചെയ്യുന്ന വികൃതികളും ട്രെയിൻ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും വലിയ അപകടം വരെ സൃഷ്ടിച്ചേക്കാം. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് എടുത്തുവെച്ച സംഭവം യാത്രക്കാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു.
ട്രെയിൻ അട്ടിമറിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ് FIR-ൽ പറയുന്നത്. യാത്രക്കാരുടെ കൂട്ടക്കുരുതിയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. കേസിൽ വിവരങ്ങൾ ശേഖരിച്ച NIA പ്രതികളായ അരുൺ, രാജേഷ് എന്നിവരെ ചോദ്യം ചെയ്തു. പോലീസുകാരെ ആക്രമിച്ചതടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് പിടിയിലായവർ. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പിടിയിലായ കുണ്ടറ സ്വദേശി രാജേഷിനെയും പെരുമ്പുഴ സ്വദേശി അരുണിനെയും ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു. ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ എന്നതിൽ NIA വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. ഇന്നലെ പോലീസിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. പിടിയിലായ പ്രതികളെ ഇന്ന് സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുത്തു. മദ്യലഹരിയിൽ ചെയ്തു പോയതെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. ടെലിഫോൺ പോസ്റ്റ് മുറിച്ച് ആക്രിയാക്കി വിൽക്കാനായിരുന്നു ലക്ഷ്യം. ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. പ്രതികളെ റെയിൽവേ പോലീസും വിശദമായി ചോദ്യം ചെയ്യും. മുൻപും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരായതിനാൽ അട്ടിമറി സാധ്യതയടക്കം ദുരൂഹതകളെല്ലാം നീക്കി പഴുതടച്ച അന്വേഷണം വേണമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. കുണ്ടറ ആറുമുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപത്തുള്ള റെയിൽവേ പാളത്തിന് കുറുകെയാണ് ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത്. പാലരുവി എക്സ്പ്രസ് കടന്നുപോകുന്നതിന് തൊട്ടു മുൻപായിരുന്നു സംഭവം. പ്രദേശവാസികൾ വിവരം ഗേറ്റ് കീപ്പറെ അറിയിക്കുകയായിരുന്നു. എഴുകോൺ പോലീസ് സ്ഥലത്തെത്തി പോസ്റ്റ് നീക്കം ചെയ്ത് പരിശോധനയും നടത്തി മടങ്ങി. എന്നാൽ പുലർച്ചെ ട്രാക്കിൽ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ പോസ്റ്റ് കൊണ്ടിടുകയായിരുന്നു. ന്യൂസ് 18 കൊല്ലം. പേര് നിഖില, വിളിപ്പേര് ബുള്ളറ്റ് ലേഡി. കണ്ണൂരിൽ നിന്ന് ബംഗളൂരുവിൽ വരെ സ്വന്തമായി ബുള്ളറ്റ് ഓടിച്ച് യാത്ര ചെയ്യുന്നതാണ് രീതി. തിരിച്ചു വരുമ്പോൾ മയക്കുമരുന്നുമായാണ് മടക്കം. ബുള്ളറ്റിലെത്തിയാണ് ആവശ്യക്കാർക്ക് ലഹരി മരുന്ന് കൈമാറുക. അങ്ങനെയാണ് കണ്ണൂർ കണ്ടങ്കാളി സ്വദേശിനി നിഖിലയ്ക്ക് ബുള്ളറ്റ് ലേഡി എന്ന വിളിപ്പേര് വീണത്. കഞ്ചാവ് വിറ്റായിരുന്നു തുടക്കം. 2023 കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ എക്സൈസ് സംഘത്തിൻ്റെ പിടിവീണു. ജയിൽ മോചിതയായതിനു പിന്നാലെ മയക്കുമരുന്ന് വിൽപ്പനയിൽ സജീവമായി. ഏറ്റവും ഒടുവിൽ മെത്തഫെറ്റമിനുമായാണ് ഈ ബുള്ളറ്റ് റാണി എക്സൈസിൻ്റെ വലയിലായത്. മുല്ലക്കുടിയാലെ സി നിഖിലയെയാണ് രാസലഹരിയായ മെത്താഫെറ്റനുമായി അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച ലഹരി മരുന്നാണ് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് പിടികൂടിയത്. ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുന്നതോടെയാണ് നിഖിലയ്ക്ക് ബുള്ളറ്റ് ലേഡി എന്ന പേര് ലഭിച്ചത്. ഈ യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങളാണ് ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗപ്പെടുത്തിയിരുന്നത്. 2023 2 കിലോ കഞ്ചാവുമായി യുവതിയെ എക്സൈസ് അറസ്റ്റ് ചെയ്യുകയും ഇതിലെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷമാണ് വീണ്ടും ലഹരി വിൽപ്പനയിൽ സജീവമായതും. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ MDMAയുമായി യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. കണ്ണൂർ ചിറക്കൽ സ്വദേശി ആകാശ് കുമാർ KP ആണ് 4.87 ഗ്രാം MDMAയുമായി പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് പ്രതി മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നത്. തലശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുബിൻ രാജും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കണ്ണൂർ. പഴയ സ്വർണം നൽകിയാൽ പുതിയ സ്വർണം കൊടുക്കുമെന്ന് വാഗ്ദാനം. അങ്ങനെ സാധാരണക്കാരും പാവങ്ങളുമായ പലരെയും കബളിപ്പിച്ചു. ആതിര ഗോൾഡ് ഉടമകൾ അറസ്റ്റിലായപ്പോഴാണ് തട്ടിപ്പിൻ്റെ ഒട്ടേറെ കഥകൾ പുറത്തു വന്നത്. കൊച്ചി ആതിര ഗോൾഡ് സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പിൽ കൂടുതൽ പരാതികൾ ഉയരുന്നുണ്ട്. 1000-ലധികം പേർ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ കണക്കുകൂട്ടൽ. പഴയ സ്വർണം നൽകിയാൽ നിശ്ചിത കാലാവധിക്ക് ശേഷം പുതിയ സ്വർണം നൽകുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. കേസിൽ അറസ്റ്റിലായ ആതിര ഗോൾഡ് ഉടമകളെ റിമാൻഡ് ചെയ്തു.
ലക്ഷദ്വീപ്, വൈപ്പിൻ, കൊച്ചി, പറവൂർ, കൊടുങ്ങല്ലൂർ, ചെറായി എന്നീ മേഖലകളിലുള്ള സാധാരണക്കാരാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഇവരിൽ കൂടുതൽ പേരും സ്ത്രീകളാണ്. വൈപ്പിൻ പള്ളിപ്പുറം സ്വദേശികളും സഹോദരങ്ങളുമായ രണ്ടുതെക്കൽ, RJ ആന്റണി, ജോസഫ്, ജോൺസൺ, ജോബി എന്നിവരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഈ സ്റ്റേഷനിൽ മാത്രം 200ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആതിര ഗോൾഡ് ജ്വല്ലറി ഉൾപ്പെടെ നിലവിലെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇവർക്ക് സ്ഥാപനങ്ങളുണ്ട്. മുൻകൂറായി തുക നൽകിയാൽ തുടർന്ന് തവണകളായി പണമടച്ചും സ്വർണം വാങ്ങാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. ഒപ്പം ചിട്ടി നടത്തിയും നിക്ഷേപം സ്വീകരിച്ചു. 25 വർഷമായി ഇവരിങ്ങനെ ഈ കുറി അതിനോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ കൊടുക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത് കുറിയായിട്ട് ഞാൻ ഇന്ന് രാവിലെ അടക്കാൻ വന്നപ്പോഴാണ് ഇത് കട പൂട്ടിയിട്ടേക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ 10,000 പേരുകളിലുണ്ടാവും ഈ ഷോറൂമിൽ കളക്ഷനിൽ ഉണ്ടാവും. അവരെ മക്കളെ കെട്ടിക്കാനുള്ള ഇതിൽ കുറച്ച് ഗോൾഡ് നിക്ഷേപിച്ച് അവർക്ക് ആ പുതിയ ഗോൾഡ് എടുക്കുക. ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല. അപ്പോൾ സ്വർണത്തിന് വില കൂടിയായതുകൊണ്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതേ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടൂലോ, നിങ്ങൾക്ക് പണിക്കൂലി കൊടുക്കാണ്ട് അങ്ങനെ വിശ്വസിച്ച് വാങ്ങിച്ചതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് സ്ഥാപനങ്ങളെല്ലാം പൂട്ടി ഉടമകൾ മുങ്ങിയത്. ഇതോടെ പരാതികളുടെ പ്രളയമായി. വിവാഹാവശ്യങ്ങൾക്കായി കരുതി വെച്ചിരുന്ന പണവും സ്വർണവും നിക്ഷേപമായി നൽകിയവരാണ് പലരും. 10 മുതൽ 100 പവൻ വരെ ഈട് നൽകിയവരും ഇതിലുണ്ട്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം കാക്കനാട് GST അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയുടെയും കുടുംബത്തിൻ്റെയും മരണം തൂങ്ങിയ മരണമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും ദുരൂഹതകൾ ബാക്കിയാണ്. അമ്മയുടെ മരണശേഷം 4 മണിക്കൂർ കഴിഞ്ഞാണ് 2 മക്കളും ജീവനൊടുക്കിയത്. എന്നാൽ എന്തിന് കൂട്ടാത്മഹത്യ ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി കാത്തിരിക്കുകയാണ് പോലീസ്. തൂങ്ങിമരിച്ച അമ്മയുടെ മൃതദേഹം കുരുക്കഴിച്ച് താഴെ കിടത്തി അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം 2 മക്കളും തൂങ്ങിമരിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക അനുമാനം. സഹോദരി ശാലിനിക്ക് തൂങ്ങാനുള്ള കുരുക്കിട്ട ശേഷം അതേ മാതൃകയിൽ മനീഷും കുരുക്കിട്ട് തൂങ്ങുകയായിരുന്നു. കടുത്ത പ്രമേഹ രോഗിയായിരുന്ന അമ്മ ശകുന്തളയ്ക്ക് അതിൻ്റെ അവശതകളുണ്ടായിരുന്നതായി വിദേശത്തു നിന്നും കഴിഞ്ഞ ദിവസം എത്തിയ മകൾ പ്രിയ വിജയ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച കാര്യത്തിലുള്ള CBI അന്വേഷണം ആത്മഹത്യയ്ക്ക് കാരണമായെന്ന നിഗമനത്തോട് മകൾ പ്രിയ യോജിക്കുന്നുമില്ല. അതേസമയം പരീക്ഷാ ക്രമക്കേടിലല്ല CBI അന്വേഷണം നടക്കുന്നതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശാലിനി വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ സ്കൂൾ അനുവദിച്ചതിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയിൽ ഇവർ പ്രതിയാണ്. ഈ കേസിൽ CBI ഫെബ്രുവരി 15-ന് ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചിരുന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശാലിനി വിവാഹമോചിതയാണ്. ആത്മഹത്യയുടെ യഥാർത്ഥ കാരണങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കേസ് സംബന്ധിച്ച CBIയിൽ നിന്ന് വിശദാംശങ്ങൾ തേടുന്നുണ്ട്. സഹോദരി പ്രിയയെ വീണ്ടും മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് മുക്കത്ത് മോഷണം തുടർക്കഥയാണ്. കാരശ്ശേരിയിൽ വീടിൻ്റെ ഓടിളക്കി അകത്ത് കടന്നാണ് കള്ളൻ സ്വർണവും പണവും കവർന്നത്. കാരശ്ശേരി കുമാരനെല്ലൂർ സ്വദേശിനി ഷെറീനയുടെ വീട്ടിൽ നിന്ന് 30 പവനോളം സ്വർണം മോഷണം പോയി. 20 ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണം. കേസിൽ പ്രതികൾക്ക് വേണ്ടി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്.
താമരശ്ശേരി കുമരനല്ലൂർ കുടങ്ങരമുക്കിലെ ഷെറീനയുടെ ആളില്ലാത്ത വീട്ടിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച രാത്രി 8 മണിക്കും 10 മണിക്കും ഇടയിലായിരുന്നു സംഭവം. വീട്ടുകാർ ബന്ധുവീട്ടിൽ സൽക്കാരത്തിന് പോയ സമയത്ത് ഓടിളക്കി വീട്ടിൽ കയറിയ മോഷ്ടാവ് 30 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. ഷെറീനയുടെ മകൾ പ്രസവത്തിനായി വീട്ടിലെത്തിയിരുന്നു. ഇവരുടെ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. അലമാരിക്കടയിൽ പെട്ടികളിലായി സൂക്ഷിച്ചതായിരുന്നു ആഭരണങ്ങൾ. വീട്ടിലെ അലമാരി ഉൾപ്പെടെ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. സൽക്കാരത്തിന് പോയി മടങ്ങിയെത്തിയ കുടുംബം വീട്ടിലെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. ഉടനെ മുക്കം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ, മുക്കം ഇൻസ്പെക്ടർ എസ് അൻഷാദ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിൽ പരിശോധന നടത്തി. സ്ഥലത്തെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും നല്ല ധാരണയുള്ള ആളാവാം മോഷണത്തിന് പിന്നിലെന്നാണ് കരുതുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. ഓൺലൈൻ വഴി പല രീതിയിലുള്ള തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഇതിനെതിരെ കേരള പോലീസിൻ്റെ ബോധവൽക്കരണവും പതിവാണ്. എങ്കിലും ഇപ്പോഴും തട്ടിപ്പുകൾക്ക് കുറവൊന്നുമില്ല. ഏറ്റവും ഒടുവിൽ ജിമെയിൽ വഴിയുള്ള തട്ടിപ്പിനെക്കുറിച്ചാണ് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇമെയിലിൽ സ്റ്റോറേജ് സ്പേസ് തീർന്നതിനാൽ അക്കൗണ്ട് റദ്ദാക്കുമെന്നുള്ള സന്ദേശരൂപത്തിൽ ബന്ധപ്പെട്ടാണ് പണം തട്ടുക. കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ജാഗ്രതാ നിർദ്ദേശം. ജിമെയിൽ അക്കൗണ്ട് ഉപഭോക്താക്കളെ കേന്ദ്രീകരിച്ച് പുതിയ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും ജാഗരൂകരായിരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. ഇമെയിലിൽ സ്റ്റോറേജ് സ്പേസ് തീർന്നതിനാൽ അക്കൗണ്ട് റദ്ദാക്കുമെന്നുള്ള സന്ദേശ രൂപത്തിലാണ് തട്ടിപ്പുകാർ ഉപഭോക്താക്കളെ സമീപിക്കുന്നത്. അക്കൗണ്ട് റീസ്റ്റോർ ചെയ്യാനായി ഇമെയിലിനോടൊപ്പം ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെന്നുമാണ് സന്ദേശത്തിന്റെ ഉള്ളടക്കം. സന്ദേശത്തോടൊപ്പം ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തട്ടിപ്പുകാരുടെ വെബ്സൈറ്റിലേക്ക് എത്തുകയും അതുവഴി കമ്പ്യൂട്ടറിലേക്ക് വൈറസുകളോ മാൽവെയറുകളോ കയറാനോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതോടുകൂടി പണം നഷ്ടപ്പെടാനോ സാധ്യതയുണ്ട്. ഗൂഗിളിന്റെ പേരിൽ വരുന്ന സന്ദേശമായതിനാൽ പലരും വിശ്വസിക്കാനും ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഇമെയിൽ ലഭിച്ചാൽ ഉടൻ തന്നെ ഗൂഗിൾ അക്കൗണ്ട് സെറ്റിംഗിൽ സ്റ്റോറേജ് വിവരങ്ങൾ പരിശോധിക്കണമെന്നും ഒരിക്കലും ഇമെയിൽ വഴി ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ജീവിതം ഓൺലൈൻ അധിഷ്ഠിതമായി മാറിയ ഇക്കാലത്ത് നമ്മുടെ ഓരോ നീക്കങ്ങളും പല രീതിയിലും ട്രാക്ക് ചെയ്യപ്പെടാം. ചില ആപ്പുകൾക്ക് അവയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് നമ്മുടെ ലൊക്കേഷൻ അനുമതി ആവശ്യമുണ്ട്. എന്നാൽ അനാവശ്യമായി ലൊക്കേഷൻ അനുമതി ആവശ്യപ്പെടുന്ന ആപ്പുകളെക്കുറിച്ച് അറിയണം. ഏതൊക്കെ ആപ്പുകൾക്ക് ലൊക്കേഷൻ ഡാറ്റ കാണാനാകുമെന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. ആപ്പുകൾ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ മാത്രം ലൊക്കേഷൻ ഉപയോഗിക്കാനുള്ള അനുമതി ആവശ്യപ്പെടുന്ന ആപ്പുകളുമുണ്ട്. സമൂഹ മാധ്യമ തട്ടിപ്പുകളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്ന കേരള പോലീസാണ് ഈ കെണിയെക്കുറിച്ച് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ കാണുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് പോലീസിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഇതോടെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.